ആരാണോ ഡെയിലി ഞാനും അടിക്കും. ഞാൻ ഡെയിലി അടിക്കുക മാത്രമല്ല, ഡെയിലി അടിയും മേടിക്കും വല്ലവരുടെ. അതിനോട്ട് പ്രോബ്ലം. എനിക്കൊരു വിഷയമില്ല. എന്നിട്ട് എനിക്കതിൻ്റെ ഒരു അഹംഭാവം ഉണ്ട്. ഇഷ്ടം പോലും മേടിച്ചിട്ടുണ്ടോ, ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട്. കൊച്ചു പിള്ളേർ എന്നെ തല്ലിയിട്ടുണ്ടെന്ന്. സത്യം പറയാം, എൻ്റെ അമ്മച്ചാണ് ഇഷ്ടം പോലെ. പക്ഷെ എനിക്കത് വിഷയമില്ല. മൈ നെയിം ഈസ് ബൈജു. എൻ്റെ പേര് ബൈജു എന്നാണോ. എൻ്റെ രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു, അടിവെട്ടിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു, അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. ഇഷ്ടം പോലും മേടിക്കുന്ന ആളാ. അതെ, ഇവിടെയൊക്കെ പോയി കിടക്കുക, ഒരു വിഷയമില്ലല്ലോ. അടിയെന്ന് പറഞ്ഞത് ഇപ്പം മേടിച്ച് കാണിക്കണം, ഇപ്പം മേടിക്കണോ, ഞാൻ മേടിച്ച് കാണിക്കണം, ഇപ്പൊ കാണിക്കണം. ഇവിടെ പട്ടി തൻ്റെ അപ്പൻ ഓട്ടിവിടെ പോകാൻ അപ്പൻ വിളിക്കണ. ഇങ്ങനെ മേടിക്കാം. ഭയങ്കര സെറ്റപ്പാ. വലിയ മാലിന്യ പുള്ളി, വലിയ ഡീസൻ്റാ. നമ്മുടെ സുകുമാരൻ്റെ പോലെ തന്നെ. ഇപ്പൊ ഒരു പണി കാണിച്ചു തരാം. ഹലോ, അതെ നീ സുകുമാരൻ്റെ പോലെ ഉണ്ട്. അതെ, ഞാൻ സുകുമാരൻ്റെ മോനാ. എന്നിട്ട് നാട്ടുകാർ പറയണം നീ വർഗീസിന്റെ മോനാണെന്നാണല്ലോ. അല്ല, നാട്ടുകാരെന്ത് പറയാലും എനിക്കറിയാം നീ ഗഫൂറിന്റെ മോനാണെന്ന്. ആൾക്കാർ അന്ന് പോടാതെ നീ നിന്നെ തല്ലുന്നല്ലേ. എന്ത് നീ തല്ലല്ലേ? എന്തിന് നീ തല്ലത്ത്? ഞാൻ ഇവരില്ലാത്തവരൊന്നും തല്ലാറില്ല. നീ തല്ലത്തില്ല. ഞാൻ തല്ലില്ല, ഒരു കാര്യമില്ലാതെ ഞാൻ ആൾക്കാർ തല്ലണത്. ഭയങ്കര സെറ്റപ്പാ പുള്ളി. അപ്പൊ നീ ഒരു കാര്യമില്ല കാരണം തല്ലത്തില്ല. കാരണമില്ലാതെ ഞാൻ ആരും തല്ലില്ല. അപ്പൊ കാരണം ഉണ്ടല്ലോ നീ തല്ലത്തുള്ളൂ. കാരണം ഉണ്ടെങ്കിൽ തല്ലും. എന്നാ അതേ പിടിച്ചോ. അല്ല, ഒരടി വരുന്ന വഴിയേ. ഇങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഒരു ദിവസം ഒരു 10-50 മേടിക്കാം. നിർത്തിയില്ലല്ലേ? അവളുടെ നിർത്തിയില്ലല്ലേ? നിർത്തിയില്ല. ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അവളുടെ നിർത്തുവരുന്നെങ്കിൽ ചേട്ടന് കയറായിരുന്നു അല്ലേ? പക്ഷെ നിർത്തിയില്ലല്ലോ, നിർത്താതെ പോയില്ലേ? നിർത്തിയില്ല, അതാണ്. പക്ഷെ നിർത്തുവായിരുന്നെങ്കിൽ ചേട്ടന് കയറായിരുന്നു അല്ലേ? പക്ഷെ നിർത്തണം, എന്നല്ലേ കയറാൻ പറ്റും. അതെ, നിർത്തിയില്ല, അതാണ്. നിർത്തിയില്ല. പക്ഷെ എന്താ വണ്ടി നിർത്താതെ പോയ? എന്തോ വണ്ടി നിർത്തേണ്ട ആണല്ലേ വണ്ടി. വണ്ടി നിർത്തിയാലേ ചോദിക്കാൻ പറ്റുള്ളൂ എന്താ നിർത്താതെ പോയെന്നുള്ളത്. നിർത്തിയില്ലല്ലേ? നിർത്തിയില്ല, അതാണ്. അതാണ്. ഇവരെന്നെ വായുവിളിയെ മേടിക്കാൻ പോണോ? ചോദിക്കാൻ പാടില്ലല്ലോ. അല്ല, നമുക്കൊരു കാര്യം ഒരാളോട് ചോദിക്കാതെ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. നിർത്തിയാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. വായുവിളിക്കാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിക്കാൻ പോകണം? നിർത്തിയാലേ ചോദിക്കാൻ പറ്റുള്ളൂ. നിർത്തിയില്ലല്ലേ? നിർത്തിയില്ല, അതാണ്. നിർത്തിയില്ല. പക്ഷെ നിർത്തുവായിരുന്നെങ്കിൽ ചേട്ടന് ചോദിക്കാറ്. പക്ഷെ നിർത്തണം, എന്നേ ചോദിക്കാൻ പറ്റും. പക്ഷെ വണ്ടി നിർത്തേണ്ട ആണല്ലോ വണ്ടി. എന്നിട്ട് നിർത്തിയോ വണ്ടി? നിർത്തിയില്ല. നെഞ്ചത്തൂടി കയറി പോയാണ്. നമ്മൾ രണ്ടുപേരും നോക്കിന്നോട് നമ്മുടെ രക്ഷപ്പെട്ടല്ലേ? അല്ല, നമ്മുടെ നെഞ്ചത്ത് കയറി എന്റെ ചെയ്യോ? നമ്മൾ രണ്ടുപേരും ഇപ്പൊ ചത്തുപോയല്ലേ? ചത്തുപോയെന്ന് നോക്കി നിൽക്കണേ. നിന്നോളാം. നോക്കി നിന്നോ. സമയം എത്ര? സമയം ഇത് സമയം ആണോ? അല്ല, സമയം അല്ല. സമയം എത്ര? സമയം അല്ല മിസ്റ്റർ, സമയം അല്ലേ? അതെ, സമയം. സമയം പറയാം. സമയം പറ. ഐ നോട്ട് എ പ്രോബ്ലം. ഓക്കെ. അയ്യോ, വാച്ചില്ലല്ലോടാ. ഇത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് സമയം കേട്ടാ. ആണോ? അതെ. നിന്റെ സമയം ആയിട്ടില്ല. നിന്റെ സമയം പള്ളി മണിയടിക്കും. നീ മൂക്കി പഞ്ഞൊക്കെ വെച്ചിരുന്നു കേട്ടോ.
നമ്മുടെ പയ്യന. അവൻ എന്നെ കളിയാക്കുക. ഈ രഞ്ജിത്ത് കയറണ്ട ഇടിച്ചിന്റെ കൂമ്പിയാൻ പറ്റില്ല പ്രൊഫൻസിന്. ഇവരുടെ അഭ്യാസം ഇറക്കില്ല. ഇരിക്കുന്ന ചെറുപ്പക്കാരെ കണ്ട കയറി വന്ന് ഇടിച്ച് തന്റെ കൂമ്പ് പറ്റിക്കളെ. അത് ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ ചെറുപ്പക്കാർ വിചാരിച്ചാൽ ഇനി നടക്കുകയില്ല. ഇനി നടക്കൂലേ? എന്താ നടക്കൂല? അതെന്താ? അത് നേരത്തെ ആമ്പിള്ളേരിടിച്ച് വാട്ടിയില്ലേ? അങ്ങനെ ഇത് എവിടെയൊക്കെ നടക്കാണ്ട് പൊക്കോ. ഒരുപാട് പാമ്പൊക്കെ ഉള്ള സ്ഥലം, ഒരുപാട് ചപ്പ് ചവറൊക്കെ കിടക്കുന്നുണ്ടോ? പാമ്പ് പിടിക്കും. അതന്നെ. ആ ഇവിടെ ഫുൾ പാമ്പാട്ടിരിക്കുന്ന എന്നെ ഇനി വേറെ ഏത് പാമ്പാ കടിക്കുന്നത്? കടിക്കൂല. ഞാൻ സംസാരിക്കണ്ട കൂടാ. നീ ഇവിടെ ഞാൻ കഴിഞ്ഞ എന്റെ ഒന്നും പറയട്ടെ. അപ്പൊ നല്ല വൈകുന്നോ നമ്മുടെ ഇവിടെ ഒക്കെ മരിച്ചു പോകുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. നീ എന്റെ ഒക്കെ മരിച്ചു പോകുന്നു. അപ്പൊ എനിക്ക് നാണാവില്ല ഇങ്ങനെ തല്ലുകൊണ്ട് കിടക്കാൻ. നാളെ പോണം. നല്ല സുന്ദരനായിട്ടുള്ള തുണി കൊടുത്തിട്ടുണ്ട്. മുണ്ട് കൊടുത്തോണ്ട് വലിയ കാര്യം എന്താണെന്ന് അറിയാൻ പാടില്ലേ? ഹിന്ദുറന്നു ഇന്നൂരാവൂ ഭദ്രമായി ഹിന്ദുറന്നു ഭദ്രമായി. അല്ല മിസ്റ്റർ, എന്താ സത്യത്തിൽ എന്താ സംഭവിച്ചതല്ല? എന്താ വിഷയം? ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ജീവിക്കുന്ന കേട്ടാ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരും, അങ്ങനെ ജീവിച്ചു പോകുന്നു. താൻ എല്ലാ പാട്ടും പാടും? എല്ലാ പാട്ടും പാടും. അപ്പോഴേക്ക് നമ്മുടെ മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും കൂടി അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ, ആ പടത്തിലെ പാട്ട് പാടും. യോധ. യോധയല്ലേ? ഏത് പാട്ടാണ്? യോധല്ലേ? യോധല്ലേ? ഏത് പാട്ട്? പാട്ടറിയാൻ പാടില്ല. എങ്ങനെ? എടോ പടകാളി ചണ്ടിച്ചെങ്കിൽ പോക്കിരി മാക്കിരി ഭഗവതി. അതാണ്. പടകാളി ചങ്കിച്ചെങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി കരിമോടിൽ തിരി കരിയതേ. പടകാളി ചങ്കിച്ചെങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി കരിമോടിൽ തിരി കരിയതേ. എന്തിനാണ് എന്നെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? നീ ആ പാട്ട് പാടണ്ട. നീ വേറൊരു ഹിന്ദി പാട്ട് പഠിക്കും. ഹിന്ദി പാട്ടോ? ഒരു ഹിന്ദി പാട്ട് പഠിക്കും. ഏതാന്ന് പറയാട്ടോ? ഹിന്ദി പാട്ടോ? तू जूस बड़ी का मस्त होई. तू जूस बड़ी का मस्त बन. എന്താ? तू जूस बड़ी का मस्त होई. तू जूस बड़ी का मस्त. എടോ ചീസ് ബടി ഹെ മസ്ത്. അതാണ്. അത് പാട്ട് നല്ല പാട്ടാ. ആ പാട്ട് പാടി മതി. ചൂതുമടി മസ്ത് മസ്ത് ചൂതുമടി മസ്ത് മസ്ത്. എന്തിനാണ് എന്നെ വെറുതെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? ഞാനൊരു പാവപ്പെട്ടവനല്ലേ? ഇല്ല, ചേട്ടനെ കരയിപ്പിക്കത്തില്ല. നീ ആ പാട്ടൊന്നും പാടണ്ട. പാടുന്നില്ല. നീ ഒരു സാപ്രിയ സംഗീതം പഠിക്കും. സംഗീതം എന്താ? സാപ്രിയ സംഗീതം. സാപ്രിയ സംഗീതമല്ല, ശാസ്ത്രീയ സംഗീതം. ഇങ്ങനെയും പറയും. അത് പടി. ഏത് പടത്തിലാന്ന് പറയാട്ടോ? നമ്മുടെ മോഹൻലാലിന്റെ ബാറാം തമ്പുരാന്നും പറഞ്ഞു. ബാറാം തമ്പുരാൻ, ആറാം തമ്പുരാൻ. ആ പടത്തിൽ പോയി. ഏത് പാട്ടാ? ഏത് പാട്ടാണ്? ഹരിമുരളിരവം. ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയദൂതമയ മോഹനകാലമോ പതുമൊഴിരാതെ നിന്നെ തേടി. ഒരു പാട്ട് പാടാൻ പറയുമ്പോ എന്നിട്ട് കരയിപ്പിക്കുകയാണോ നീ?
എന്താ നോക്കണോ നീ? എടോ പാവം കിട്ടില്ല അയാളെ തല്ലേ. താൻ എന്തിനാണ് അയാളെ തല്ലി? എന്തിനാ അയാൾ തല്ലി? പിന്നെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അയാൾ മര്യാദക്ക് പാട്ട് പാടിയാണല്ലോ ഇവിടെ. താൻ പാടുമോ? ഇതിനേക്കാളുള്ള ഞാൻ പാടും. താൻ പാടുമോ? താൻ ഒരു പാട്ട് പഠിക്കാം. പഠിക്കട്ടെ. എത്ര പൂക്കാലം ഇനി, എത്ര നവരാത്രി, എത്ര മധുമാസം അമ്മച്ചിയായി. എടാ ഇത് യേശുദാസ് പാടിയതല്ല. എത്ര പൂക്കാലം ഇനി, എത്ര നവരാത്രി ഇനി എന്ന് പറഞ്ഞു യേശുദാസ് പാടിയ പാട്ടുകളൂ. അല്ല മിസ്റ്റർ, യേശുദാസിന് മാത്രം പാടിയാൽ മതി ഇവിടെ. എങ്ങനെ? നോട്ട് ദ പോയിന്റ്. യേശുദാസിന് മാത്രം പാടിയാൽ മതിയോ കേരളത്തിൽ? ഇപ്പൊ താൻ പാടി ഞാൻ കേട്ടു ഇവിടെ. ഞാൻ സംസാരിച്ചു. താനങ്ങനെ സംസാരിപ്പോടായിരുന്നു. നീ എന്നോട് സംസാരിക്കാൻ നിൽക്കുന്നുണ്ടോ? എന്തോ എനിക്ക് തലവേദന എടുക്കുന്നത്. അല്ലാതെ ഞാനിപ്പോ കാണിച്ചു. ഞാൻ പോവാ. താൻ എവിടെ പോകണം? ഇവിടെ വന്ന് താൻ എങ്ങോട്ട് പോണേ? തലവേദന എടുക്കുന്നത് എങ്ങോട്ടേ പോണത്? ഞാൻ പോട്ട് വരാന്ന്. എവിടെയാണെന്ന്? ആ ഹോസ്പിറ്റലിൽ പോകണം. ഇവിടെ വിവരമില്ലാത്തവൻ ആ ഡോക്ടറെ അടുത്ത് പോയാൽ അതിൽ കാലേവാരി നിലത്തിട്ടടിക്കും. കള്ളും കുടിച്ചു. ഡോക്ടറാ? എന്നാ ഡോക്ടറെ കണ്ടിട്ട് തന്നെ കാര്യം. തന്നെ വന്നേ, ഇങ്ങോട്ട് വന്നേ. ഈ കള്ളു കുടിച്ചുകൊണ്ട് അങ്ങോട്ട് നിന്ന് അയാൾ പിടിച്ചിരിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. താൻ തലവേദന ഹോസ്പിറ്റലിൽ പോകണ്ട. ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം. എനിക്ക് തലവേദന വന്നാൽ ഞാൻ എന്തായാലും അറിയണോ? ഞാൻ എന്റെ വീട്ടിൽ ചെന്നിട്ട് രാമച്ചന്റെ കുളിരും കസ്തൂരി മഞ്ഞളുടെ കാന്തിയുള്ള സോപ്പിട്ട് രാധാസത്ത് കുളിച്ചിട്ട് ബെഡിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും. അപ്പൊ എന്റെ ഭാര്യ വരും. അവൾ വന്നിട്ട് ഒരു ഇച്ചിരി വിക്സോ അമൃതാഞ്ജനൊക്കെ എടുത്ത് എന്റെ നെറ്റിയിൽ ഇങ്ങനെ തടവി തരും. അപ്പൊ എന്റെ തലവേദന പമ്പ കിടക്കും. ഇത് ചെയ്താൽ മതി. എരുമേലി കിടക്കുമോ? പമ്പ കിടക്കുമെന്ന്. പമ്പേ കിടക്കും. എരുമേലിയും കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ എപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഒരു കാര്യമില്ല. വീട്ടിൽ പോയി കുളിച്ച് കൂട്ടപ്പെട്ടിട്ട് മറ്റേ രാമച്ചത്തിന്റെ കുളിച്ച് കസ്തൂരിമഞ്ഞിന്റെ കാന്തി ഉള്ള ഭ്രാന്താസ് അല്ല, രാധാസ്. അത് നോക്കിട്ട് കുളിച്ച് കൂട്ടപ്പെട്ടായിട്ട് ബ്രെഡേ കിടക്കാം. ബ്രെഡ് അല്ലടോ, ബെഡേ കിടക്കുക. അവിടെ കിടക്കാം. അപ്പൊ ഇന്ന് വിടുവോ? പക്ഷെ നേരത്തെ പറഞ്ഞില്ല. എന്ത്? നേരത്തെ പറഞ്ഞ ആളില്ലേ ആരോ തന്നെ പെണ്ണുമ്പോഴൊന്ന് വിടുവോന്ന്. എന്തിന്? ഇന്ന് തടവാൻ. ഓരോ അടി വരുന്ന വഴി